BJP സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നെങ്കിൽ ജയിക്കുകയില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് പോലും പിടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് നിലനിർത്തി എന്നുള്ളതാണ് BJPയുടെ ഏറ്റവും വലിയ മേന്മ. അത് തന്നെ വലിയ നേട്ടമാണ്. സാറിന് ഉപതെരഞ്ഞെടുപ്പിൽ ശക്തരായ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിൽ മത്സരിക്കുന്നതിനിടയ്ക്ക് BJPക്കോ അല്ലെങ്കിൽ മൂന്നാമൊരു സ്ഥാനാർത്ഥിക്കോ വലിയ പ്രസക്തിയോ പ്രാധാന്യമോ ഉണ്ടാവില്ല. ഇതുപോലുള്ള മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ചും ഉണ്ടാവില്ല. അല്ലെങ്കിൽ പാലക്കാട് പോലെ അവർക്ക് വലിയ ശക്തിയുള്ള സ്ഥലത്തായിരിക്കണം. വട്ടിയൂർക്കാവിലോ പാലക്കാട്ടോ നേമത്തോ ഒക്കെ മത്സരം നടക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ നമ്മൾ ആലത്തൂർ അവർ സാമാന്യം മെച്ചപ്പെട്ട പ്രകടനം കാഴ്ച. അതൊഴിച്ചാൽ സാധാരണ ഇതിൽ BJPക്ക് ഈ ബൈ ഇലക്ഷനിൽ വലിയ പ്രാധാന്യം. ഇപ്പോൾ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടില്ലേ, പുതുപ്പള്ളിയിൽ കണ്ടില്ലേ, അതുപോലെയുള്ളൊരു മണ്ഡലമാണ് നിലമ്പൂർ. അവിടെ മത്സരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ മത്സരിച്ചുകൊണ്ട് വേറൊരു ഗുണമുണ്ടായി, BJPയുടെ വോട്ട് വേറെ ആർക്കെങ്കിലും മറിച്ചു കൊടുത്തു എന്നുള്ള ആരോപണം ഒഴിവായി. അതൊഴിച്ചാൽ അങ്ങനെ ഒരു ആരോപണമാണ്. BJPക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. LDFനും എന്താണ് UDFനും തമ്മിൽ തർക്കിക്കാനൊരു വിഷയം കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. അതിൽ കവിഞ്ഞ പ്രാധാന്യമൊന്നും BJPക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. BJPക്ക് ഇപ്പോഴും ഇല്ല.